ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ആക്ച്വലി ഈ സൈറ്റിലേക്ക് നമ്മുടെ ചെറിയ മെഷീനായിരുന്നു ആദ്യം അയച്ചത്. അപ്പോൾ ചെറുത് 1-2 ട്രഞ്ച് അടിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പിന്നെയാണ് 81 കൊണ്ടുവന്നത്. അപ്പോൾ ഏകദേശം പണി കഴിഞ്ഞു. നമുക്കിനി ഒരു ദിവസത്തിന് കൂടി പണി പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വണ്ടി ഇങ്ങനെ കുടുങ്ങിയത്. പ്രശ്നം ചെയിൻ കറക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി പുറത്ത് വന്നേനെ. പക്ഷേ ചെയിനാണ് പണി തന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പൈപ്പും പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഡോസറിലേക്ക് കണക്റ്റ് ആവുന്ന പൈപ്പും കൂടി പൊട്ടിയത് കൊണ്ടാണ് വണ്ടി അവിടെ തന്നെ താണു നിന്ന് പോയത്. ഒരുപാടൊന്നും താണിട്ടില്ല, പക്ഷെ നമ്മൾ വേറൊരു വണ്ടി ഇപ്പോൾ റിക്കവറിന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ചെറിയ വണ്ടി തന്നെ കൊണ്ടുപോയ മാക്സിമം മരങ്ങളൊക്കെ നമ്മൾ കയ്യിൽ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ വണ്ടീന് താഴെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം പോയപാട് മനസ്സിലായിട്ടില്ല പൈപ്പ് പൊട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ആദ്യം അതിനെ ചുറ്റും ക്ലിയർ ആക്കിയിട്ട് പിന്നെയാണ് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ചെറിയൊരു ശബ്ദമാറ്റം ഉണ്ടായത്. പിന്നെയാണ് മനസ്സിലായത് എന്തോ എവിടെയോ ഓയിൽ ലീക്ക് ഉണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ വർക്കാക്കാൻ നിന്നിട്ടില്ല. ഓയിൽ ലീക്ക് കണ്ടുപിടിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ആക്ച്വലി ജോങ്ക വിളിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു, വിഞ്ചാക്കി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിഞ്ചിങ് വണ്ടി 2 ദിവസത്തേക്ക് അവൈലബിൾ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ ഒരു ട്രൈ കൊടുത്ത് നോക്കി. അത് ഡോസറിൻ്റെ പൈപ്പ് തന്നെ പൊട്ടാനാണ് സാധ്യത എന്നുള്ള ആ ഒരു മൈൻഡ് വെച്ചിട്ട് നമ്മൾ ഓയിൽ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് വണ്ടി ലിഫ്റ്റാക്കിയിട്ട് അതിൻ്റെ ഉൾവശത്ത് വരുന്ന ചളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി. നമ്മൾ താഴെ പ്ലേറ്റ് കാണുന്നില്ല, അത് എവിടെ വീണോ അതിനെന്തോ ആയിന്. അപ്പോൾ താഴെ മുഴുവനും സെൻറ്റർ ജോയിൻറ്റിൻ്റെ ഏരിയയിൽ ഫുൾ ചളിയായിരുന്നു. അങ്ങനെ ഫുള്ള് ചളി ചെക്കാക്കി വരുമ്പോഴാണ് നമ്മൾ ഈ ഡോസറിൻ്റെ പിന്നെ സെൻറ്റർ ജോയിൻറ്റിൽ കണക്റ്റ് ആവുന്ന ആ പൈപ്പ് കട്ടായത് കണ്ടത്. പിന്നെ ആ പൈപ്പ് അങ്ങ് അയച്ചെടുത്ത് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ അടുത്ത് സ്പെയർ പൈപ്പ് ഉണ്ടായിരുന്നു ആ സ്പോട്ടിൽ തന്നെ. അപ്പോൾ നമ്മൾ ആ പൈപ്പ് മാറ്റി താഴെ ഒരുപാട് പിന്നെയും മരങ്ങൾ കൊണ്ടിട്ടു. നമ്മൾ വണ്ടി കൊണ്ടുപോയ മെയിൻ ഉദ്ദേശം തന്നെ ഫുൾ ചളി ക്ലിയറാക്കാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ അത്ര പടന്ന് ചളിയില്ല. ആ ചളി മുഴുവനും നമ്മൾ ഈ ചെറിയ മിനി എക്സ്കവേറ്റർ വെച്ചിട്ട് ഫുൾ അപ്പുറമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഭാഗ്യം വണ്ടി ഇത്ര തന്നെ ആയതിൽ സമാധാനമുണ്ട്. നമ്മൾ പമ്പ് പോയി എന്ന് വിചാരിച്ച അതിൻ്റെ ശബ്ദം മാറ്റം കണ്ടിട്ട്. പിന്നെ ഇതാണ് കേട്ടോ ഓപ്പറേറ്റർ ലൈഫ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നല്ല സുഖത്തിലിരുന്നിട്ട് പണിയെടുക്കാമെന്ന് വിചാരിക്കേണ്ട. ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് ഓപ്പറേറ്റ് ആക്കലല്ല, അവർക്ക് ഇതുപോലത്തെ ഒരുപാട് വർക്കും ഉണ്ടാവും. അപ്പോൾ 2 പീസാണ് ആയിട്ടുണ്ടായത് പൈപ്പ്. ചെറിയ ലീക്കൊന്നുമല്ല, 2 പീസായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായേ. നമ്മൾ താഴെ മരങ്ങളൊക്കെ വെച്ച് വണ്ടി മറ്റേ വശം ലിഫ്റ്റാക്കിയിട്ടാണ് ചെയിൻ ഫിറ്റിംഗ് ആക്കിക്കൊണ്ടുള്ളത്. ചെയിൻ ഫിറ്റിംഗ് ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചെയിൻ ഈ ചാളീൻ്റെ ഉള്ളിൽ നമുക്ക് കയ്യിലൊന്നും അനക്കാൻ പറ്റില്ല, അത് വലിയ മെഷീൻ്റെത്. നമ്മൾ ആക്ച്വലി വണ്ടികൾക്കൊന്നും ഹെൽപ്പേഴ്സൊന്നും വെച്ചിട്ടില്ല. ഇനി അടുത്ത സീസണിൽ ആരെങ്കിലും വേണോ എന്താണെന്നുള്ളത് നോക്കണം. ഹെൽപ്പേഴ്സിൻ്റെ ആവശ്യം ഇവിടെ നമുക്ക് കുടകിൽ അങ്ങനെ വരുന്നില്ല. ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സ് എല്ലാം നല്ലോണം മെയിൻറ്റെയിൻ ആക്കിക്കോളും വണ്ടി. നമ്മൾ ഇന്നൊക്കെ 2ാം ദിവസമാണ്. ആദ്യത്തെ ദിവസം നമ്മൾ ഇത് എന്തായിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പൈപ്പൊക്കെ കട്ടായി എന്ന് മനസ്സിലായ പാടെ നമ്മൾ തിരിച്ചു പോയി. പമ്പിൻ്റെ വെച്ച ശബ്ദം മാറിയത് കേട്ടിട്ട് ജോങ്ക റെഡിയാക്കിയിട്ട് വലിച്ച് പുറത്തെടുത്തിട്ട് തന്നെ നോക്കാമെന്നുള്ളത്. പിന്നെ ജോങ്ക ഡിലേ ആവുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര ട്രൈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനലി നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ചെയിൻ ഇട്ടതോടെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും വർക്ക്. വണ്ടി പെട്ടെന്ന് കുടുങ്ങിയപാട് ആരും അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ടെൻഷനായാൽ അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല.
നമ്മൾ എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ളതാണ് മാറ്റർ. അതിനെങ്ങനെ പുറത്തെടുക്കുക എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചെയിനൊക്കെ ഫിറ്റിംഗ് ആക്കിയിട്ട് വണ്ടി പുറത്തെടുക്കുന്നതോടെ നമ്മളെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെ വന്നിട്ട് ബാക്കിയുള്ള പണിയെല്ലാം ഇവിടുത്തെ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഈ മെഷീൻ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.